എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് 38-ാം ദിവസം അധ്യായം 6-ലെ 83 മുതൽ 87 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും സാരം പറയുകയും ചെയ്യുന്നത് അനന്തകൃഷ്ണൻ എന്ന മിടുക്കനാണ്. അനന്തകൃഷ്ണൻ നമ്മുടെ വിനോദ് ചേട്ടന്റെ മകനാണ്. സീനിയർ ആയിട്ടുള്ള കുട്ടികളില് വിശ്വനാഥൻ, മറ്റേ അനന്തകൃഷ്ണൻ, ഈ അനന്തകൃഷ്ണൻ, നിക്കേത്, ഇങ്ങനെ കുറെ കുട്ടികളുണ്ട് യൂത്ത് വിങ്ങില്. അതില് എല്ലാ കാര്യത്തിലും സേവാപ്രവർത്തനങ്ങളിലെല്ലാം മുൻനിരയിൽ നിൽക്കുന്ന ഒരു മിടുക്കനാണ് അനന്തകൃഷ്ണൻ. വിനോദ് ചേട്ടനാണെങ്കിൽ ഞാനും സോമൻ ചേട്ടനും ക്ലാസ് എടുക്കുക എന്നൊരു പരിപാടിയെ ഞങ്ങൾക്കുള്ളൂ. ബാക്കി ആർഷ വിദ്യാപീഠത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് വിനോദാണ്. ഇപ്പൊ കുട്ടികളുടെ പ്രോഗ്രാമിന്റെ അതാത് ദിവസത്തെ ആ പോസ്റ്റർ തയ്യാറാക്കുന്നത്, അതേമാതിരി കുട്ടികളെ ഓരോ സ്ഥലത്ത് ഓരോ പരിപാടി ഉണ്ടെങ്കിൽ അതിനു വേണ്ട നേതൃത്വം നൽകുന്നതും, എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുമായിട്ട് ആർഷ വിദ്യാപീഠവുമായിട്ട് നടക്കുന്ന എല്ലാ പരിപാടികളും അതിന്റെ മുൻനിരയിൽ നിന്ന് നോക്കി ഉത്തരവാദിത്തോടു കൂടി ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്ന വിനോദാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് വിനോദാണ്. പിന്നെ കൂടെ ശിവകുമാറും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം തന്നെ അനന്തകൃഷ്ണനുണ്ട്. പിന്നെ വേദമന്ത്രങ്ങൾ പഠിക്കുന്നതിനും രഘുവീരഗദ്യം പഠിക്കുന്നതിനുമൊക്കെ മുൻനിരയിൽ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. ശ്രീരുദ്രം നന്നായിട്ട് ഫുള്ളായിട്ട് ചൊല്ലാൻ അറിയാം. രഘുവീരഗദ്യം നന്നായിട്ട് ചൊല്ലും. എല്ലാം A+ഓട് കൂടെയൊക്കെ പാസ്സായ കുട്ടിയാണ്. എല്ലാം കൊണ്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു യൂത്ത്, സ്വാമിയാർ മഠത്തിന്റെ ലിസ്റ്റിലുള്ള ഒരു യൂത്താണ് അനന്തകൃഷ്ണൻ. രണ്ടാമതായിട്ട് ഇന്ന് ജ്ഞാനപ്പാനയും ഏകശ്ലോകഭാവവും ചൊല്ലുന്നത് അഭിന എന്ന കുട്ടിയാണ്. അഭിന ഇതേമാതിരി സ്വാമിയാർ മഠത്തിന്റെ ഒരു അഭിമാനം തന്നെയാണ്. സീനിയർ കുട്ടിയാണ്. ഇതുവരെ ഉള്ള എല്ലാ പ്രോഗ്രാമുകളിലും, ഇതുവരെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് മിടുക്കിയായിട്ടെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ്. ഒരു മടുപ്പും പറയാറില്ല. വളരെ താല്പര്യത്തോടു കൂടി എപ്പോഴാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ച് ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വിശേഷ സ്വഭാവം കൂടി ആ കുട്ടി കാണിക്കും. മറ്റു കുട്ടികൾക്ക് പലപ്പോഴും ഞാൻ അങ്ങോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. ഈ മോളാണെങ്കിൽ സാറിന്റെ സമയം എങ്ങനെയാണോ അതനുസരിച്ച് ഞാൻ ലൈനിൽ വന്നോളാം, പഠിച്ചോളാം എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. രണ്ട് കുട്ടികളെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി അനന്തകൃഷ്ണനെ പാരായണത്തിനും പ്രഭാഷണത്തിനുമായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥ്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാന ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്യതേത കൃതുഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ.
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്യന്തി ദിവ്യൈസ്തവൈർവേദൈः സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമगाः. ധ്യാനാവസ്ഥിതദഗ്ധതേന മനസാ പശ്യन्ति യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാः ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 6 ശ്ലോകങ്ങൾ 83 മുതൽ 87 വരെയാണ്. ശ്രീശുക ഉവാച നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതത്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ശ്രീമദ്ഭാഗവതം പുരാണതിലകം യദ്വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹസ്യമേവമമലം ജ്ഞാനം പരം ഗീയത്തെ. യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. സ്വർഗേ സത്യേ കൈലാസേ വൈകുണ്ഠേ നാസ്തി യം രസഃ അതഃ പിബതു സദ്ഭാഗ്യാ മാ മുഞ്ചതഃ കർഹിചിത്. സൂത ഉവാച ഏവം ബ്രുവാണേ സതി ബാദരായണൗ മധ്യേ സഭായാം ഹരിരാവിരാസീത് പ്രഹ്ലാദബല്യുക്തവ ഫാൽഗുണാദിഭിർവൃതഃ സുരർഷിസ്തമപൂജയച്ഛതാൻ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. വൃക്ഷത്തിന്റെ സകല രസവും അതിന്റെ പഴത്തിലടങ്ങിയിരിക്കുന്നത് പോലെ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിലെ പഴമായ ഭാഗവതം വേദരസം മുഴുവൻ ഉൾക്കൊള്ളുന്നു. ശുകബ്രഹ്മ ഋഷി ഒരു പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വൃക്ഷാഗ്രത്തിൽ കിടക്കുന്ന പഴം കൊത്തിയെടുത്ത് അതിന്റെ രസം മുഴുവൻ തന്റെ വാക്കുകളാകുന്ന അമൃതരസവും കൂട്ടിച്ചേർത്ത് നമുക്കായി തന്നിരിക്കുകയാണ്. ആജീവനാന്തം ആ രസം ആവോളം പാനം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരും. മഹാമുനിയായ വേദവ്യാസനാൽ രചിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തിൽ മാത്സര്യബുദ്ധിയില്ലാത്ത സജ്ജനങ്ങൾക്ക് കാപട്യം, വഞ്ചന എന്നിവ ഒട്ടുമില്ലാത്ത പരമമായ ധർമ്മം എന്തെന്ന് വ്യക്തമാക്കുന്നു. എക്കാലവും നിലനിൽക്കുന്നതും സത്യമായതും ജീവിതത്തിൽ മംഗളം നൽകുന്നതും താപത്രയങ്ങളെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതുമായ ബ്രഹ്മജ്ഞാനം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നു. ശ്രീമദ് ഭാഗവതമുള്ളപ്പോൾ മറ്റു ഗ്രന്ഥങ്ങളുടെ പുറകെ എന്തിനു പോകുന്നു? ഭാഗവത കഥകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന സുഹൃതം ചെയ്ത കേൾവിക്കാരുടെ മനസ്സിൽ ഈശ്വരൻ ആനന്ദസ്വരൂപനായി ഭാഗവത ശ്രവണമാത്രയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഭാഗവത ഗ്രന്ഥത്തെ സംബന്ധിച്ച അനുബന്ധ ചതുഷ്ടയം ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. അധികാരി നിർമ്മത്സരന്മാരായ ജനങ്ങൾ, വിഷയം വാസ്തവമായ വസ്തു ബ്രഹ്മം, സംബന്ധം ആ വസ്തുവുമായി ബന്ധിപ്പിക്കുന്ന ധർമ്മം,
ഭക്തി. പ്രയോജനം താപത്രയോന്മൂലനം. മറ്റു പുരാണങ്ങൾക്ക് തിലകക്കുറിയായ ഭാഗവതം വൈഷ്ണവരുടെ ധനവും പരമഹംസന്മാരാൽ ആശ്രയിക്കപ്പെടുന്നതും പരിശുദ്ധവും പരമവുമായ ജ്ഞാനത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതുമാണ്. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നിവയോടൊപ്പം അനുഷ്ഠിക്കുന്ന നിഷ്കാമ കർമ്മത്തിന്റെ മാഹാത്മ്യം ഭാഗവതത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭാഗവതം കേട്ടും പഠിച്ചും ഭാഗവത വിഷയങ്ങൾ വിചാരണ ചെയ്തും ഭക്തിപൂർവം ജീവിതം നയിക്കുന്ന ഭക്തന്മാർ ലൗകിക ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷപ്രാപ്തിയിലെത്തുന്നു. 18 പുരാണങ്ങളിൽ വച്ച് ശ്രീമദ് ഭാഗവതത്തിന് കലിയുഗത്തിൽ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നു. ഭാഗവതം പരമഹംസന്മാർക്ക് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന ബ്രഹ്മാത്മൈക്യ ബോധം നൽകുന്നു. ഭാഗവതമെന്ന രസം സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ കിട്ടില്ല. ഭാഗവതം കേൾക്കണമെങ്കിൽ ഭൂമിയിൽ തന്നെ വരണം. ഇവിടെ ജനിച്ചതു തന്നെ ഭാഗ്യം. അതുകൊണ്ട് ഭാഗ്യവാന്മാരായ ഹേ മനുഷ്യരെ, നിങ്ങൾ ഉപേക്ഷ കൂടാതെ ഈ ഭാഗവതത്തെ പാനം ചെയ്യൂ. ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങനെ ഭാഗവത മാഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കെ സഭയുടെ നടുക്ക് സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി, പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവർ, അർജുനൻ മുതലായ ശ്രേഷ്ഠരായ ഭക്തരുടെ കൂടെ പ്രത്യക്ഷപ്പെട്ടു. നാരദ മഹർഷി ഭഗവാനെയും കൂടെ വന്നവരെയും പൂജിച്ചു. എൻ്റെ ഈ എളിയ വാക്കുകൾ ശ്രീരാമ ഹനുമത് സ്വാമിയുടെയും പരമേശ്വരൻ സാർ, സോമൻ ചേട്ടൻ, മധുച്ചേട്ടൻ തുടങ്ങിയ സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സായിരാമോനെ, നന്നായി കേട്ടോ. പരീക്ഷ തിരക്കിനിടയ്ക്കും ഇത്രയും നന്നായിട്ട് ഇത് പഠിച്ച് അവതരിപ്പിച്ചല്ലോ. വളരെ നന്നായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. ശരി, സായിരാം. അഭിന. സായിരാം. ഏക ശ്ലോക ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാഭൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുതാപാലനം ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ജ്ഞാനപാനം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലംഘിപ്പാനായി ചെവി തന്നീതു കേൾപ്പീരെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുൻപിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ നിഷ്കാമം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു.
ഈച്ച ചത്തോരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ. ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വീള നീളമാകിയ ജന്മദേശമീ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. യുഗം നാളിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായണിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. ചത്തുപോന്നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതു നല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ജന്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും ചൊല്ലാൻ അവസരം തന്ന പരമേശ്വര സാറിനോടും മറ്റെല്ലാ ഗുരുക്കന്മാരോടും നന്ദി അറിയിക്കുന്നു. എന്ത് പറ്റി മോളുകുട്ടി? എന്ത് പറ്റി? കണ്ണിൽ വെള്ളമൊക്കെ ഒന്ന് നിറഞ്ഞല്ലോ. നന്നായിട്ടാണ് ചൊല്ലി കേട്ടോ. വളരെ ഭക്തിയോടെ ചൊല്ലി. കുഞ്ഞിന് അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നില്ലേ, അതിൽ സന്തോഷിക്കുക വേണ്ടേ? ഇത്രയും വലിയ ഒരു കാര്യം, ചില നിസ്സാര കാര്യമൊന്നുമല്ല, അത് വളരെ വലിയ കാര്യമാണ്. ഈ മണ്ഡലക്കാലത്ത് പ്രത്യേകിച്ചും ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്യുക, അത് വേറൊരു ദിവസം ജ്ഞാനപ്പാനം ചൊല്ലാൻ പറ്റുക, സുഗതം. എത്രയോ ജന്മങ്ങളിലെ സുഹൃതമാണ് കുഞ്ഞിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഭഗവാൻ കൂടെ ഉണ്ട് കേട്ടോ. സങ്കടപ്പെടുകയൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കണം. കേട്ടോ, മിടുക്കിയാണ്, നല്ല മിടുക്കിയാണ്. ഇനിയും നമുക്ക് ധാരാളം പ്രോഗ്രാമിൽ കുഞ്ഞ് പങ്കെടുക്കണം. നന്നായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണം. എല്ലാത്തിലും പങ്കെടുക്കാറുണ്ടല്ലോ, പിന്നെന്നാ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. സായിരാം. മോച്ചേട്ടാ. സായിരാം. പരമ സാറ് സത്യം പറഞ്ഞാല് എന്റെ കണ്ണും നിറഞ്ഞിരിക്കുക. അനന്തകൃഷ്ണൻ മോനും അഭിനയും ഭാഗ്യശാലികളാണ്. ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്ന അച്ഛനും അമ്മയും പൂർവജന്മാർജിതമായ സുഹൃതം കൊണ്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് എവിടെ നോക്കിയാലും അധർമ്മത്തിന്റെ തേർവാഴ്ച നടക്കുന്ന ഈ കലികാലത്ത് അഭിനയും അതുപോലെ തന്നെ ഭാഗ്യശാലി തന്നെയാണ് രണ്ടുപേരും.
മാതൃഘാതകന്മാരും പിതൃഘാതകന്മാരും ഒക്കെ ഉള്ള നാട്ടിൽ ഇപ്പോൾ നടന്നാടിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ കാലത്താണ് മനുഷ്യകുലത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഭാഗവത മഹാത്മ്യം, ജ്ഞാനപ്പാനയും ഏകശ്ലോകി ഭാഗവതവും എല്ലാം പഠിച്ച് പറഞ്ഞ് ഞങ്ങളെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നന്ദി പറയുക? അവന് ഭയഭക്തി ബഹുമാനപൂർവ്വം 2 കൈകളും കൂപ്പി മനസ്സിൽ നിന്ന് തുറന്ന മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചൊല്ലിയത്. അതുപോലെ തന്നെ വളരെ ശാന്തശീലനായിട്ട് അനന്തകൃഷ്ണനും ഭാഗവത മഹാത്മ്യം അതിൻ്റെ പ്രഭാഷണവും പറഞ്ഞു. ഭാഗവത മഹാത്മ്യത്തിൻ്റെ പഠനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സാധാരണക്കാരായ നമ്മുടെ സകലവിധ ക്ലേശങ്ങൾക്കും പരിഹാരമായി ഭാഗവതത്തെ ആശ്രയിച്ചാൽ മാത്രം മതി. പരീക്ഷിത് മഹാരാജാവാണ് അതിന് സാക്ഷി പറയുന്നത്. അപാര കരുണാമൂർത്തിയായ ഭഗവാൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് ജീവിതം ക്ലേശപൂർണമാക്കാൻ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് വെറുതെ സമയം കളയുകയാണ്. മനഃശാന്തിക്കും സർവൈശ്വര്യങ്ങൾക്കും വേണ്ടി കുറെ സമയമെങ്കിലും ശുഖഗാഥയായ ഭാഗവതത്തെ ആശ്രയിക്കാൻ പാടില്ലേ? ആശ്രയിച്ച് നോക്കൂ. ഈ ലോകത്ത് ഭാഗവതത്തെക്കാൾ പരിശുദ്ധമായ ഒരു ശാസ്ത്രഗ്രന്ഥം വേറെ ഇല്ല എന്നുള്ളത് പരമമായ സത്യമാണ്. ഒരു വാക്കിന് പോലും വ്യത്യാസമില്ലാതെ 12 സ്കന്ധങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ അതിനകത്ത് നിറച്ചിരിക്കുകയാണ്. ഇത് പാരായണം നടത്തി അർത്ഥവിചാരം ചെയ്യുന്ന ആചാര്യന് ശ്രേഷ്ഠമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ആ പദവി തന്നെയാണ് ശിഷ്യന്മാരായ കുട്ടികൾക്കുമുള്ളത്. കേൾവിക്കാരായ ഞങ്ങൾക്കും സൽഗതി പ്രാപിക്കാൻ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധാഭക്തി വിശ്വാസത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും സത്യം പറഞ്ഞാൽ മനസ്സിൽ നേരിയ ദുഃഖമുണ്ട്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശൈവമാർഗത്തിലേക്ക് നയിക്കുന്ന ആചാര്യനും കുട്ടികളും അവരുടെ അച്ഛനമ്മമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അഭിന രണ്ടുപേരും തങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെയ്ത പെർഫോമൻസ്, അതാണ് ഇന്നത്തെ വിശേഷണം. ശരിക്കും പറഞ്ഞാൽ അനന്തകൃഷ്ണൻ തന്നെ വളരെ മെച്യൂർഡായിട്ട് വളരെ ഭംഗിയായി കുറച്ച് നല്ല ഗൗരവമുള്ള വിഷയങ്ങളാണ് പ്രഭാഷണം ചെയ്തത്. അത് വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചു അനന്തകൃഷ്ണൻ. ഞാൻ അനന്തകൃഷ്ണനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വളരെ വളരെ സന്തോഷം. ആ മുതിർന്ന ബാച്ചിലെ കുട്ടികൾ എങ്ങനെ മാതൃകയായി അടുത്ത തലമുറകൾക്ക് മാതൃകയായി തീരുന്നു എന്ന് നിങ്ങളിലൂടെയൊക്കെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും അത്തരത്തിലുള്ള സേവന പദ്ധതികളിലൂടെയും ഇത്തരത്തിലുള്ള പഠന പദ്ധതികളിലൂടെയൊക്കെ മുന്നേറാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാഗങ്ങളും നേരുന്നു. അഭിന തുടക്കം മുതൽ കൂപ്പുകൈകളോടെ എത്ര ഇൻവോൾവ് ആയിട്ടാണ് ജ്ഞാനപ്പാന ചൊല്ലിയത്. അതിൻ്റെ ഒരു പരിസമാപ്തി തന്നെയായിരുന്നു, അത് ആനന്ദാശ്രുക്കൾ തന്നെയായിരുന്നു എന്നുള്ളത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കൊക്കെ ശരിക്കും ആ ഫീൽ കിട്ടി. കാരണം അവസാനമായപ്പോൾ അഭിന എത്ര ഇൻവോൾവ് ആയിരുന്നു അതിൽ എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. വളരെ നല്ല ഒരു ഇംപ്രഷൻ അതിൽ. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തോടുള്ള പ്രതിപത്തിയും അതിനോടുള്ള ടോട്ടൽ ഡെഡിക്കേഷനും അത് വളരെ വ്യക്തമായിരുന്നു. വളരെ വളരെ സന്തോഷം. അഭിനയ്ക്ക്
പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാ ഭാഗങ്ങളും നേരുന്നു. രാമേന്ദ്രസ്വാമി രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. നമസ്തേ. സായിറാം. സായിറാം. ആദ്യം അനന്തകൃഷ്ണൻ വളരെ സൂര്യൻ സാറ് പറഞ്ഞ പോലെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രഭാഷകൻ പറയുന്ന പോലെയാണ് എനിക്ക് ഇന്ന് തോന്നിയത്. അതായത് അത്രയും ഗാംഭീര്യത്തോടു കൂടിയാണ് മോൻ പാരായണം ചെയ്തതും പ്രഭാഷണം പറഞ്ഞതും. വളരെ നന്നായിരുന്നു മോനെ. എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിലെ കുട്ടികള് പരീക്ഷ എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് എടുത്തിട്ട് അവര് വീട്ടിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ ചുറ്റും അതാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് നിങ്ങൾ ഈ കുട്ടികൾ ഇതിനോട് കാണിക്കുന്ന ഒരു എന്താ പറയണ്ടേ, അതിനോടുള്ള ഒരു ഭക്തി ബഹുമാനം, അത് സത്യം പറഞ്ഞ പുണ്യം തന്നെയാണ്. നിങ്ങളുടെ പുണ്യം, നിങ്ങളുടെ പേരൻസിന്റെ പുണ്യം, പിന്നെ ഞങ്ങളെ കേൾവിക്കാരുടെ പുണ്യം. നന്നായിരുന്നു മോനെ. പിന്നെ അഭിന മോള് നന്നായിട്ട് ചൊല്ലി കേട്ടോ. നല്ല ഈണത്തിൽ ഭംഗിയായിട്ട് ചൊല്ലി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിൽ ഉൾക്കൊണ്ടിട്ടാണ് മോൾക്ക് ആ അവസാനത്തെ ഒരു വരിയിൽ അങ്ങനെ പറ്റിയത്. നന്നായിട്ട് ചൊല്ലി മോള്. നല്ല ശബ്ദം, നല്ല സംഗീതാത്മകമായിട്ട് ഈണത്തില് അത് ഉൾക്കൊണ്ട് തന്നെയാണ് ചൊല്ലിയത്. നന്നായിരുന്നു. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതിലും നന്നായിട്ട് കുറെ പ്രഭാഷണങ്ങളും പാരായണങ്ങളും ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മധുചേട്ടൻ പറഞ്ഞതുപോലെ കണ്ണു നിറയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ വളരെ നന്നായിട്ട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ പ്രായത്തിൽ തന്നെ പറയുന്നത്. പിന്നെ മോനെ അനന്തകൃഷ്ണൻ നല്ല എന്താ പറയാ, ആ സ്വാമിയാർമഠത്തിലെ ഒരു സീനിയർ സ്റ്റുഡന്റ് ആണ് എന്നുള്ളത് ശരിക്കും നമുക്കൊക്കെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു പ്രഭാഷണവും പാരായണവും ഒക്കെ. ഒന്നും പറയാനില്ല മോനെ. ഗുരുവായൂരപ്പൻ എപ്പോഴും ഇങ്ങനെ ഭഗവത് ചിന്തയോടുകൂടി ഒപ്പം നമ്മുടെ കരിയറിലും ഏറ്റവും ഉയർച്ചയിലെത്താനായിട്ട് സാധിക്കട്ടെ. എങ്ങനെ കരിയർ കൊണ്ടുപോകുമ്പം നമ്മള് ഈ സ്പിരിച്വൽ നോളേജും ഒരേപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ നോക്കിയിട്ടുണ്ട്. അവർക്ക് നല്ല നിലയിലെത്താൻ സാധിക്കും. അവര് സമൂഹത്തിന് ഏറ്റവും നല്ല എന്താ പറയാ, സമൂഹത്തിന് എല്ലാവർക്കും ഒരു സഹായഹസ്തമായിട്ട് തീരുകയും ചെയ്യും. അത് ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ ഒരാളാവാൻ മോനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ബേസ് നന്നായിട്ടുണ്ട്. ഇന്ന് ആ പ്രഭാഷണമൊക്കെ നല്ല ഇരുത്തം വന്ന രീതിയിലായിരുന്നു. വളരെ സന്തോഷം മോനെ. പിന്നെ മോള് നന്നായിട്ട് പാടി. എന്താ പറയാ, എന്തിനാണ് കണ്ണ് നിറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പേടിച്ചിട്ടാണോ ഇല്ല ഭക്തി കൊണ്ടാണോ ഇല്ല, എനിക്കിങ്ങനൊരു ഇതിലെ ഉള്ളിലൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. ഒരിക്കലും ഭഗവാന്റെ കാര്യം പറയുമ്പോൾ പേടി വേണ്ട. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതും പറയിക്കുന്നതും ഒക്കെ ഭഗവാനാണ് അല്ലേ. പറയും ആ ശാന്താകാരം ജപിക്കുമ്പം തന്നെ അതിൻ്റെ അകത്ത് പറയുന്ന എന്തിനാ ശാന്താകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവ ഭയഹരം. അതാണ്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഗുരുവായൂരപ്പൻ നമ്മളെ കൊണ്ട് ഈ കൃഷ്ണ എന്നുള്ള നാമം ജപിപ്പിക്കുന്നത് തന്നെ, ഈ ലോകത്തിലുള്ള ഭയമൊക്കെ ഇല്ലാതാകാൻ. അപ്പോ ആ ഒരു കോൺഫിഡൻസോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ പറയാം. അതിൽ തെറ്റും ശരിയില്ല. ഭഗവാന്റെ കാര്യം പറയുമ്പോൾ തെറ്റ് ശരിയില്ല. ശരിക്കും അതാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവത് ചൈതന്യം പിന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മോള് മിടുക്കി കുട്ടിയായിട്ടാണ് ചൊല്ലുന്നതൊക്കെ. എന്തിനാണ് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നല്ല കുട്ടികളാണ്. ഞാനിപ്പോ ഈ ഇത്രയും നാൾ അടുപ്പിച്ചിരുന്ന് കേട്ടപ്പോ മനസ്സിലായത് ഒന്നേ ഉള്ളൂ, സാറ് ഭയങ്കര എന്താ പറയാ, സാറിന്റെ സ്വത്തിനൊരു ഒരു കണക്കറ്റ സ്വത്തുള്ള ആളാ സാറ്.
എന്താ ബാങ്ക് ബാലൻസിലൊന്നും ഒരു വാല്യൂ ഇല്ല. ഇത്രയും കോടി പുണ്യമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. സാറിന്റെ പാദങ്ങളിൽ നമസ്കാരം. ഇത്രയും നല്ല കുട്ടികളെയൊക്കെ കിട്ടിയത് നമ്മളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇത്രയും പറയുമ്പോ ഇന്ന് എനിക്ക് വാക്കും കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ മോന്റെ ആ ഒരു ഇരുത്തം വന്ന പ്രഭാഷണം കേട്ടപ്പോ ശരിക്കും അതിശയിച്ചു പോയി. അത് അച്ഛന്റെ ആ ഗുണങ്ങളും അച്ഛന്റെ ആ പ്രാർത്ഥനകളും ഒക്കെയാണ് നിങ്ങൾക്കും കിട്ടുന്നത്. എന്തായാലും മേൽക്കുമേൽ നിങ്ങളൊക്കെ ഭാവിയില് ഇങ്ങനെ ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് ഇത്രയും നാളുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനിയും മേൽക്കുമേൽ ചെയ്യാൻ സാധിക്കട്ടെ. ഭാഗവതം മുഴുവൻ പഠിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. സായിറാം. 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 സോമനാണേ. സോമചേട്ടാ സായിറാം. ഞാനിവിടെ പാലക്കാടാണ്. പാലക്കാട്. അതെനിക്കറിയാം, അങ്ങോട്ട് പോയിരിക്കാറുള്ളൂ. ചിലപ്പോ ഇത് പോവായിരിക്കും, റേഞ്ച് പോവായിരിക്കും. ഏതായാലും ചേട്ടനും ചേച്ചിയും ഗംഭീരാക്കിയതായാലും പരിപാടിയൊക്കെ. പിന്നെന്താ, എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കണ്ടല്ലോ. ഇത് പറയാറുണ്ട്. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പെൺകുട്ടികൾ പിന്നെ അങ്ങനെ വിട്ടുപോകില്ല. ഈ ആമ്പിള്ളേര് മീശം താടിയൊക്കെ വന്നു കഴിയുമ്പോഴേ അല്ലേ, അതുകൊണ്ട് അനന്തൊന്നും ഒരു കാരണവശാലും ഇത് വിടാതെ നിന്നോളണം. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പെൺകുട്ടികൾ പോവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% പോകാൻ സാധ്യതയില്ല എന്നുള്ള അർത്ഥമല്ല കേട്ടോ പറയണത്. ഇത്ര വർഷമായിട്ട് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് കുറെ പ്രായം കഴിയുമ്പോഴായിരിക്കും. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഭിത്തിയിൽ പടായിരിക്കും. പക്ഷെ അത് ഇപ്പോഴേ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ കിട്ടിയ ഓരോ അവസരവും, പ്രഹ്ലാദം പറഞ്ഞില്ലേ, കൗമാരി ആചരേത് പ്രജ്ഞ, ചെറുപ്പം മുതൽ എന്നെ ശീലിച്ചോളണം എന്ന് പറഞ്ഞ് ഈശ്വരൻ നിങ്ങൾക്ക് അതുപോലെ വാരിക്കോരി തന്നിട്ടുണ്ട്. പരമേശ്വര സാറിനതൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്നത് ഈശ്വരനാണല്ലോ, അദ്ദേഹത്തിന്റെ ദശയല്ലല്ലോ. ഇത് ചെയ്യണമെന്ന് തോന്നുന്നു. അത് തോന്നിക്കുന്നത് നമ്മുടെ മഠത്തിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ആ ഭാഗ്യം അവരുടെ സുഹൃതം കൊണ്ടാണ്. പിന്നെ ഈ എല്ലാവരും ഇപ്പൊ ഈ അമ്മമാരൊക്കെ നന്നായി നന്നായി നന്നായി, ഇതിന്റെ പേരാണ് അനുഗ്രഹം. ഒരു സംഭവം പറഞ്ഞാൽ നിർത്തേക്കാം, ഇപ്പൊ പറയാൻ തോന്നിയിട്ടാണ്. ഈ ഇവിടെ യുദ്ധത്തിന്റെ ചർച്ച നടക്കുകയാണ്. അപ്പൊ ശകുനി ഈ മോശക്കാരനൊന്നല്ല, വിവരമുണ്ട്, കുരുട്ടുബുദ്ധിയാണെന്നേ ഉള്ളൂ. അപ്പൊ ശകുനി ദുര്യോധനോട് പറയണ്ട്, എടാ കൃഷ്ണൻ വരുന്നുണ്ട്, നീ ഒന്ന് നമസ്കരിക്കുന്നു പറഞ്ഞു. ഈ കൃഷ്ണനെ മാമൻ എന്നാ പറ്റിയത്, രമാൻ എന്നാ പറ്റിയേ, കൃഷ്ണനെ നമസ്കരിക്കാനോ? മഹാഭാരതത്തിലുള്ളതാണേ. എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ അതിനൊന്നും കിട്ടില്ല, ആ ഇടയനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ശകുനി പറയാ, ഇതാ നിനക്ക് വിവരമില്ല എന്ന് ഞാൻ പറയണത്. എടാ കൃഷ്ണന് ആരെ നമസ്കരിച്ചാലും നന്നായി വരട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. കൃഷ്ണൻ എങ്ങനെ നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടും, നിനക്ക് പാണ്ഡവന്മാരെ ശരിയാക്കാം. അർത്ഥം മനസ്സിലായില്ലേ? ഈ ആരുടെ അടുത്തുനിന്ന് ഒരു നല്ല വാക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് അത് അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവരാരും അങ്ങനെയുള്ളവരല്ലല്ലോ. എല്ലാവരും നാമം ജപിക്കുന്നവരും, നിങ്ങളെ കാലൊക്കെ എത്രയോ വയസ്സിന് മൂപ്പളപ്പ്, അവരുടെയൊക്കെ ഹൃദയം ഇങ്ങനെ ദ്രവിക്കുന്നുണ്ട് ഇത് പറയുമ്പോഴേ. എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ, ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരണേന്ന്. ഈ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ ഒന്നുള്ളൂ. ഈ പഠിപ്പിക്കണത് പ്രത്യേകിച്ച് വേദം, ഇത് ഞാനൊക്കെ എന്നെ മതിച്ചിട്ടും വേദം പഠിപ്പിക്കാൻ പലരുടെ അടുത്തും പോയതാ. നിങ്ങളെ വേദം പഠിപ്പിക്കാൻ പറ്റില്ല, അവൻ ഓടിക്കുന്നൊക്കെ വെച്ചിട്ടറിയാം. എന്നിട്ടിപ്പം അവരെ വേദം പഠിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്ത് പരമേശ്വര തരാമെന്ന് അവർ ചോദിക്കണ കാലം വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര ചെറുപ്പത്തിലെ അന്വേഷിക്കാതെ നിങ്ങളുടെ വായയിലേക്ക് ഇങ്ങനെ അമ്മ ചെറുപ്പത്തിൽ ആഹാരം തന്നെ പോലെ വാരി തരികയാണേ. അപ്പൊ അതുകൊണ്ട് എന്തു സംഭവിച്ചാലും, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അത് ഇപ്പൊ ഞാൻ ഇതിപ്പോ പറഞ്ഞു പോയതുകൊണ്ടാണ്. നമ്മുടെ ഈ കിഷൻ ഗാധിയ എന്ന് പറഞ്ഞ ഒരാളെ ഭഗവാൻ മെഡിസിന് വിട്ടു. എന്നിട്ട് ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു, മെഡിസിന്, സത്സായി ബാബ. അപ്പൊ ഇദ്ദേഹം ഇത് ചെയ്യുമ്പം ഈ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വാമി എടുത്തു. സ്വാമി ഇന്റർവ്യൂവിനകത്ത് കയറ്റി.
എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു, നിന്റെ മെഡിക്കൽ ഇപ്പൊ നീ ഫൈനൽ ഇയർ ആണ്, ഗൈനക്കോളജിയുടെ പേപ്പറിന് നീ തോക്കുന്നു പറഞ്ഞു. ഇദ്ദേഹം അങ്ങോട്ട് ഞെട്ടിപ്പോയി, സ്വാമി തോക്കും, കാരണം നീ നിന്റെ ജപം മുടക്കി, അതിന്റെ ഫലമായിട്ട് നീ തോക്കും. അപ്പൊ ഭഗവാൻ പറയണത്, നീ പഠിച്ചാലും നിനക്ക് വേണ്ടത് തോന്നിച്ച് എഴുതിപ്പിക്കുന്നത് ഈശ്വരനാണ്, ഞാനാണ്, നമ്മുടെ ഇഷ്ടദേവൻ. നിങ്ങളുടെ ഉള്ളിൽ ഉത്തരം തോന്നണം, തോന്നി ഉത്തരം പേപ്പറിൽ വരും, അതിൻ്റെ അകത്ത് അക്ഷരം ഉണ്ടാവണം, വേണ്ടേ? വായിക്കുമ്പോൾ സാറിന് വായിക്കണം, സാറിന് മാർക്കിടാൻ തോന്നുകയും വേണം. അന്നേരം സാറിന്റെ മൂക്കത്ത് ശുണ്ടിയാണെങ്കിലോ? ഒത്തിരി ഘടകങ്ങളുണ്ട് മാർക്കിന്. മാർക്കല്ല, ഈ വിജയത്തിന് ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിനാണ് വിധി, ദൈവം എന്ന് ഗീത പറയും 18ാം അധ്യായത്തില്. അപ്പൊ നീ നിന്റെ ജപം മുടക്കിയത് കൊണ്ട്, നിന്റെ നിത്യമുള്ള ജപം നീ മുടക്കിയില്ലേ, അതിന്റെ ഫലമായിട്ട് ഗൈനക്കോളേജിലെ പേപ്പർ നീ ജയിക്കില്ല എന്നുള്ളൂ. അദ്ദേഹം കരഞ്ഞു പോയി, റിസൾട്ട് വന്നു, തോറ്റു. മെഡിസിനാന്ന് ആലോചിക്കണം, ഇങ്ങനെ പിന്നെയും കരഞ്ഞു പോയി ചെയ്തു. നമുക്ക് സങ്കടം വന്നാൽ പിന്നെയും അമ്മയുടെ അടുത്തല്ലേ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തല്ലേ പരാതി പറയാം. ഇങ്ങനെ സ്വാമി എടുത്തു. സ്വാമി പറഞ്ഞു, വിഷമിക്കണ്ട, നീ റീവാല്യൂ കൊടുക്കാൻ പറഞ്ഞു. റീവാല്യൂ ചെയ്തപ്പോ ജയിക്കാനുള്ള മാർക്ക് കിട്ടി. ഭഗവാനൊരു പാഠം പഠിപ്പിച്ചതാ. പാഠം പഠിപ്പിച്ച. അപ്പം നിങ്ങൾ എന്തു സംഭവിച്ചാലും ഈ അടിയന്തര ഘട്ടം എന്ന് പറഞ്ഞ ഒന്നില്ല നമ്മുടെ ആരുടെയും ജീവിതത്തില്, നാമം ജീവിക്കുന്നവന്റെ ജീവിതത്തില്. അപ്പം ഇത് ഒഴിവാക്കിയിട്ട് വേറെ ഒന്നിനും പോരുത്. പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ജീവിക്കണത് മുടക്കരുത്. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ കുറച്ച് സമയം കൂടുതലെടുത്തേ. സന്തോഷം കൊണ്ടാവും മക്കളെ, കിട്ടാത്ത വിഷമേ ഉള്ളൂ. ശരി പരമേശ്വര സാറേ. സായിരാം. മത്സരത്തിനുണ്ടല്ലോ അല്ലേ? പാലക്കാട്ട് ചെന്നപ്പോഴും കുഞ്ഞുങ്ങളെ ഓർത്തതിൽ അങ്ങേറ്റം നന്ദിയുണ്ട് കേട്ടോ. മത്സരത്തിന്റെ കൂടെയല്ലേ നിക്കണേ, അതിന്റെയാ. സായിരാം. ശരി മക്കളെ, സായിരാം. സായിരാം. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 39ാമത്തെ ദിവസം വരുന്നു. 6ാം അധ്യായത്തിലെ 88 മുതൽ 92 വരെ. വളരെ കുറച്ചാണെന്ന് തോന്നും, പക്ഷെ ഓരോ നമ്പറിനും 4 വരികൾ വീതമുണ്ട്. സാധാരണ 2 വരിയുള്ള സ്ഥലത്ത് 4 വരി വീതമുണ്ട്. അതുകൊണ്ടാണ് 88 മുതൽ 92 വരെ. സാധാരണ ഒരു കുട്ടി ചൊല്ലുന്ന അത്രയും ശ്ലോകങ്ങൾ തന്നെ അതിനകത്ത് ഉണ്ട്. അത് അവതരിപ്പിക്കുന്നത് നികേത് ശ്രീ നായർ ആണ്. നികേത് ഇതേപോലെ ഈ ബാച്ചില്, ഈ വലിയ കുട്ടികളുടെ ബാച്ചിലുള്ള ഒരാളാണ്. അനന്തകൃഷ്ണനും 2 അനന്തകൃഷ്ണന്മാര്, പിന്നെ വിശ്വനാഥൻ, നികേത്, ഇവരൊക്കെ സെറ്റിലുള്ള ആൾക്കാരാണ്. അതേപോലെ പാർവതിയാണ് നാളെ ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപാനയും അവതരിപ്പിക്കുന്നത്. പാർവതി സീനിയർ സ്റ്റുഡൻ്റ് ആണ്, നേരത്തെ പ്രഭാഷണം അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഈ പ്രാവശ്യം. അപ്പോൾ 2 വലിയ കുട്ടികളാണ് നാളെ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ പോലെ തന്നെ എല്ലാവരും നേരത്തെ വരിക, കുഞ്ഞുങ്ങളെ നേരത്തെ വന്ന് അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. ഇനി 2 ദിവസം 3 ദിവസം കൂടെ ബാക്കിയുള്ള 39, 40, 41 നമുക്ക് സമാപനം വരും. വലിയ കുട്ടികളെയാണ് അവസാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അവർക്കെല്ലാം പരീക്ഷയായിരുന്നു, എല്ലാവർക്കും തിരക്കായിരുന്നു. എന്നാലും അവരെല്ലാവരും അവർക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം അവർക്ക് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗങ്ങളാണ് അവർക്ക് കൊടുത്തത്. അവരത് വളരെ ഭംഗിയായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ അവർക്ക് അതിനോടുള്ള സിൻസിയറിറ്റി, ഇതിന് കൂടണമെന്നുള്ള അവരുടെ ആഗ്രഹം തന്നെയാണ് ഈശ്വര അനുഗ്രഹത്തിന്റെ ലക്ഷണം. ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. മേൽക്കുമേൽ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി അവരുടെ കരിയറിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. സായിറാം. 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 വിനോദ സന്തോഷമായോ? വിനോദിനോടാ